നമസ്കാരം കൂട്ടുകാരെ, കട്ടൻ ചായ 165 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട്. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4512 പേരായതിൽ സന്തോഷിക്കുന്നു. 4512 പേർ. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ നമുക്ക് മൊത്തത്തിൽ ആദ്യം ഒന്ന് കാണാം. അത് അടുക്കള എങ്ങനെയുണ്ടെന്നുള്ളത്. അതായത് ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നൊരു സെറ്റാണ് അടുക്കളയെന്ന് പറയുന്നത്. സെറ്റുകൾ സിനിമയിലൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സെറ്റാണ്. ഇപ്പം ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ വേണം. സ്റ്റൗ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അതിൻ്റെ ഒരു ഓപ്ഷനാണ്. പിന്നെ അതുകൂടാതെ വേണ്ടത് സാധനങ്ങളൊക്കെയാണ് കാണുന്നത്, മൊത്തത്തിലൊന്ന് കാണുന്നത്. അതിനെ ഇൻഡിവിജ്വലായിട്ട് പ്രത്യേകം എടുത്ത് ഓരോന്നിനും വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ലിപ്ടൺ ഡാർജിലിംഗ് ചായ, ലോങ് ലീഫ് ടീ, ഫസ്റ്റ് ഐറ്റം. തേയിലയില്ലാതെ പറ്റിയല്ല, അതാണ് ഈ തേയിലയാണ് അതിനകത്ത് പാക്കറ്റിനകത്തുള്ളത്. അതൊരു കുഞ്ഞ് ബൗളിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നു. 2 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് അതിൻ്റെ കപ്പാണ്, നമുക്ക് ചായ എടുക്കാനുള്ള കപ്പ്. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. ഒരാൾ ചോദിച്ചിരുന്നു ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ടാണോ ഇത് ഉപയോഗിക്കുന്നത്. എനിക്ക് ഡയബറ്റിക്സ് ഇല്ല, പക്ഷേ ചുമ്മാ ഒരു രസത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് കറുവാപ്പട്ടയുടെ പൊടിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കറുവാപ്പട്ട അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിന് പൊടി കിട്ടി. ഇത് ഏലയ്ക്ക അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഏലയ്ക്കയുടെ പൊടി കിട്ടിയില്ല. നെക്സ്റ്റ് ഐറ്റം ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 ഐറ്റംസാണ് ഇതിനകത്ത് നമുക്ക് ചായക്കകത്തോട്ട് ഇടാനുള്ളത്. ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക. ആ 3 കാണിച്ചു. ഇനി ഇത് അതിൻ്റെ ഉപകരണത്തിൽപ്പെടുന്നതാണ്. ഒരു ചെരുവനാണ്. ആ ചെരുവൻ്റെ അകത്ത് ഒഴിക്കേണ്ട വെള്ളമാണ്. ഇത് 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്നൊരു വലിയ ഗ്ലാസ്സാണ്. ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്. ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെള്ളം എടുത്ത് ഈ ചെരുവത്തിനകത്ത് ഒഴിക്കുകയാണ്. ചെരുവിന് ഇതിനായിട്ടൊക്കെ പുത്തൻ മേടിച്ചതാണ്, 2 ദിവസമായി. അപ്പോൾ അടുത്ത ഐറ്റം പിന്നെ ഏലക്ക ഇട്ടു. ഏലക്കായുടെ പുറകെ ഇടുന്നത് ഇഞ്ചി. അടുത്തത് കറുവാപ്പട്ടയാണ്. അത് ആ ഡബയ്ക്കകത്തിരുന്നത് എടുത്തിട്ട് ആ കുഞ്ഞ് സ്പൂൺ കൊണ്ട് സ്വല്പം എടുത്ത് ഇടുകയാണ്. 1 നുള്ളു മതി. അത് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചു. സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചിട്ട് കുക്കർ ഓൺ ചെയ്തു. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തു. റീഡിങ് കാണിക്കുന്നത് 120. അത് 118 ആകുന്നവരെ വെള്ളം തിളയ്ക്കും. അപ്പോൾ ഈ 2 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റ് സമയം വളരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നൊരു പീരീഡാണ്. ലൈവിൽ വരുന്നതെന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു സമയമാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞാനിങ്ങനെ എല്ലാ ദിവസവും നടത്തുന്നത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് കൺസിസ്റ്റൻസിയാണ്. അതായത് എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടണം. പക്ഷേ അത് കോപ്പി ചെയ്തുള്ളതായിരിക്കരുത്. അത് എല്ലാ ദിവസവും വെവ്വേറെയാണ്. ഷൂട്ട് ചെയ്തെടുക്കുന്നത് വെവ്വേറെയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ, അല്ല ഇന്നലത്തെ പോലെയല്ല ഇന്ന്. അതിൻ്റെ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് സംവിധാനത്തിലൊക്കെ മാറ്റം വരും. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഈശ്വര പ്രാർത്ഥനയും കൂടി ഇതിനകത്തുണ്ട്. അതായത് നമ്മളൊരു ബൈബിൾ വായിക്കുന്നുണ്ട്. ബൈബിൾ സന്ദേശം ഇതിനകത്തൊരു വചനം വായിക്കുന്നുണ്ട്. അതുകൂടാതെ ഓഫ്ലൈനായിട്ട് ആ വചനം ഉൾക്കൊള്ളുന്ന അധ്യായം മുഴുവൻ ഞാനൊന്ന് വായിക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 14:28. അപ്പോൾ 14-ാം അധ്യായം മുഴുവൻ ഞാൻ വായിക്കും ഓഫ്ലൈനായിട്ട്. നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ 28-ാമത്തെ ലൈൻ മാത്രമേ, ആ വചനം മാത്രമേ പറയുള്ളൂ. വെള്ളം 119 1 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ട്, പുതിയതായിട്ട് വരുന്നവരെ. പഴയ ആൾക്കാരെ ആവശ്യമില്ല. അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഒരു ഇമോജി എൻ്റെ വീഡിയോയുടെ അടിയിലിടുക. ഈ വീഡിയോ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വീഡിയോ. നിങ്ങൾ ഒത്തിരി ഷോർട്ട് വീഡിയോ ഒക്കെ എൻ്റെ ഇടയ്ക്ക് കണ്ടെന്ന് വരും. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ
എൻ്റെ ഒരു ആ ഷോർട്ട് വീഡിയോയിൽ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ആ ഇമോജി എന്ന് പറഞ്ഞ ഒരു സന്ദേശമാണ്, അത് മെസ്സേജാണ്. ആ മെസ്സേജ് കൊണ്ട് നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അത് അങ്ങനെ ഞാൻ പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളും പുതിയ പുതിയ ആൾക്കാർ നമുക്ക് സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കും പ്രയോജനം, എനിക്കും പ്രയോജനം. അപ്പോൾ വെള്ളം തിളച്ച് സ്വിച്ച് ഓഫ് ചെയ്തു, ചായ ഇല അതിലേക്ക് ഇട്ടു, മൂടി വെച്ചു. ഇതിൻ്റെ ഒരു നിയമമാണ് മൂടി വയ്ക്കുക എന്നുള്ളത്. മൂടി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം, അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ. അപ്പോൾ കൂടുതൽ കടുപ്പം വേണമെങ്കിൽ കൂടുതൽ സമയം വയ്ക്കണം, അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് അവിടെ നിന്ന് പോന്നു. വേറെ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ അടുത്ത പരിപാടി ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് നമുക്ക് പഞ്ചസാര രഹിത മധുരം ഇടണം. അപ്പോൾ ഈ പഞ്ചസാര രഹിത മധുരം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ, അതായത് സാധാരണ പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങൾ മാറ്റിയിട്ടുള്ളൊരു മധുരമാണ്. അപ്പോൾ അത് ഡയബറ്റിക്സുകാർക്ക് കുടിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്കതിനകത്ത് മെഡിക്കൽ എവിഡൻസ് ഒന്നുമില്ല. എനിക്ക് ഡയബറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് അറിയാനും പാടില്ല. ഇതിപ്പോൾ ആരും പറഞ്ഞു കേട്ടുമില്ല. ഇപ്പം ഞാനത് പറയാൻ കാരണം ഇന്നലെ ഒരാൾ അതിൻ്റെ കമൻറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെള്ളം, അരിച്ച വെള്ളമല്ല, തേയില വെള്ളം എന്നല്ല പറയുന്നത്, ചായ സുലൈമാൻ, അത് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുന്നതിന് അതിന് അരിപ്പയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ആ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇട്ടത്. ഇനിയിപ്പോൾ അതിന് പാത്രം മാറ്റി വെച്ചു, അരിപ്പ അത് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് മിച്ചം കിട്ടിയിരിക്കുന്നത് 2 കപ്പ് ചായയാണത്. ആ 2 കപ്പ് ചായ ഒന്ന് ഇളക്കി എടുത്ത് മധുരമൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് വ്യാപിച്ച് പുരട്ടി എല്ലാം എടുത്തിട്ട് ശരിക്കും മധുരമൊക്കെ വന്നു കഴിയുമ്പം അത് ചായ കപ്പിലേക്ക് ഒഴിക്കുന്നു. കപ്പിലേക്ക് ചായ ഒഴിച്ചതിന് ശേഷം ആ കപ്പിൻ്റെ ഒരു കപ്പ് ചായയുടെ ഒരു ഫോട്ടോ എടുക്കണം. അതായത് ഫോട്ടോ എന്ന് പറയുമ്പം അതായത് വീഡിയോ അല്ല, സ്റ്റിൽ ഫോട്ടോ എടുക്കണം. സ്റ്റിൽ ഫോട്ടോ എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു, അതായത് നമുക്ക് ഇതെന്ന് പറയുന്നത് തമ്പനയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത്. അപ്പം തമ്പനയിലുമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഈ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ ടേബിളിലേക്ക് അത് കൊണ്ട് വെച്ച് വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വെച്ചു. ബൈബിള് ആദരവ് അർഹിക്കുന്ന ഒരു വേദപുസ്തകമാണ്. അതിന് നമുക്ക് വെറുതെ ഇങ്ങനെ ചുമ്മാ കൊണ്ടൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബൈബിൾ നമുക്ക് തുറന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വചനം സെലക്ട് ചെയ്യണം. അപ്പോൾ വചനം സെലക്ട് ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ളത് ജൂലൈ 24-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14:28. ഇന്നത്തെ വചനം പുറപ്പാട് 14:28. ഈ പറഞ്ഞ വചനഭാഗമാണ് ഇപ്പം ബൈബിൾ തുറന്ന് നമ്മളിപ്പോൾ കാണുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14 അധ്യായത്തിൽ 28-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ നോക്കി നമുക്ക് സ്ക്രീനിലൂടെ നോക്കി വായിക്കാൻ വിഷമമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു POC ബൈബിളിൻ്റെ ഡൗൺലോഡ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് എപ്പോഴും നമ്മൾ കാണുന്നത്, ഈ പച്ച കളറിൽ കാണുന്നത്. ഞാൻ വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 14:28 തിരുവചനം. ഇസ്രായേൽക്കാർ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.